വിദ്യാഭ്യാസ മേഖലയിലെ കാലോചിതമായ മാറ്റങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സംസ്ഥാനമായി കേരളം മാറിയതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേരള ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണം ജനകീയ ചർച്ചകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ മേഖല മികവിന്റെ പാതയിലാണ്. ഇന്ത്യൻ UPSC, PSC നിയമനങ്ങളിൽ 60% നടക്കുന്നത് കേരളത്തിലാണെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഇന്ത്യൻ PSC അപ്പോയിന്റ്മെന്റ്, UPSCയും സ്റ്റേറ്റ് PSCയും ഉൾപ്പെടെയുള്ള അപ്പോയിന്റ്മെന്റിന്റെ 60% കേരളത്തിൽ, 3% താഴെ ജനസംഖ്യയുള്ള കേരളത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാടിന്റെ പ്രത്യേകതയാണ്. ആകെ ശമ്പളത്തിന്റെ ചെലവിൽ, സംസ്ഥാനത്തെ ശമ്പള ചെലവിൽ 50%-ലധികവും വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് എന്നുള്ള കണക്കുകൂടി കാണുമ്പോഴാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് എന്തുകൊണ്ടാണ് ഈ പ്രാധാന്യം കിട്ടുന്നത് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന സൗകര്യം, അധ്യാപക നിയമനം, മറ്റ് നിയമനങ്ങൾ മാത്രമല്ല, അതിന് സിലബസിനകത്ത് കാലോചിതമായി പരിഷ്കരണം വരണം എന്നുള്ളത് പ്രധാനമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു, ടൈംലി ആയിട്ടുള്ള അപ്ഗ്രഡേഷൻസ് എപ്പോഴും വരുന്നുണ്ട്. ഉദാഹരണത്തിന് 10 വർഷം മുമ്പുള്ള കമ്പ്യൂട്ടർ സിലബസ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചരിത്രത്തിൽ അപ്ഗ്രഡേഷന്റെ പേരിൽ തെറ്റായ കാര്യങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ് അഖിലേന്ത്യാ തലത്തിലുള്ള വേറൊരു പ്രശ്നം. ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി അധ്യക്ഷനായിരുന്നു. SCERT പുസ്തകങ്ങളുടെ പ്രകാശനവും നിർവഹിച്ചു.